നമസ്കാരം. രഘു മാത്തൂരാണ്. മാത്തൂർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലാണ് താമസിക്കുന്നത്. മാത്തൂർ കൃഷിഭവൻ്റെ കീഴിലാണ് എല്ലാ കൃഷിയും ചെയ്യുന്നത്. 1983 കാലഘട്ടത്തിൽ ഞാൻ 8 മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ കൃഷിയിലേക്കെന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അന്നത്തെ സർക്കാർ. അപ്പോൾ അന്ന് തുടങ്ങിയുള്ള ജൈത്രയാത്രയാണ് ഇന്നും കൃഷിയിലൂടെ തന്നെയാണ് ഉപജീവന മാർഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരമ്പരാഗത കൃഷി തന്നെയാണ്, മുത്തശ്ശനും പാരമ്പര്യമായിട്ട് കിട്ടിയ കൃഷി തന്നെയാണ്. അവർ തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നതും. അതായത് ഒരുപാട് അനുഭവം എന്ന് പറഞ്ഞാൽ ട്രാക്ടർ ഇറക്കുന്ന സമയത്ത് തടുത്ത ഒരു സമയം ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിൽ. അതുപോലെ കൊയ്ത്ത് വണ്ടി വരുന്ന സമയത്തും തടുത്ത അതൊക്കെ കൊയ്ത്ത് വണ്ടി ഞാൻ ഇവിടെ ഫസ്റ്റ് ഈ ഭാഗത്തേക്ക് ഞാനാണ് ഇറക്കിയത്. അപ്പോൾ അന്നും ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് വന്നിട്ട് ഇപ്പോൾ ഇപ്പോഴും ജൈത്രയാത്ര നടന്നു പോകുന്നു. അതായത് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഞാനൊരു 10-12 വർഷമായിട്ട് ജൈവ കൃഷിയാണ്. അപ്പോൾ ജൈവ കൃഷി തുടങ്ങാനുള്ളൊരു കാരണം തന്നെ നേരത്തെ തുടങ്ങി അതിൻ്റെ ഒരു കാര്യത്തിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എനിക്ക് ഈ സ്ട്രോക്ക് വന്നു. എൻ്റെ ഈ ഒരു ഭാഗം തളരുക പറഞ്ഞാൽ ഞാൻ ഈ പന്നിക്ക് വൈകുന്നേരങ്ങളിൽ ഇതുപോലെ പന്നിക്ക് എന്താ പറയുക മരുന്നടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക മരുന്നുണ്ട്. വയ്ക്കാൻ വേണ്ട സമയത്താണ് എന്താണെന്ന് അറിയില്ല, ഒരു സ്ട്രോക്ക് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത സമയമാണ്. അപ്പോഴാണ് ഈ ചെറി കൂടി ഇടത് ഭാഗം കംപ്ലീറ്റ് പോയി. അങ്ങനെ ഞാൻ വൈഫിനെ വിളിച്ചു. അങ്ങനെ ആ വൈഫ് വന്നിട്ടാണ് മുണ്ടൊക്കെ ഉടുത്ത് തന്നിട്ട് നേരെ തങ്ക ഹോസ്പിറ്റലിലേക്ക് പോയത്. പിന്നെ അതിനുശേഷം കോവൈ മെഡിക്കൽ സെൻ്ററിൽ പോയി അവിടെ നിന്ന് ആൻജിയോ ചെയ്തു. അപ്പോൾ ഉടനെ തന്നെ സ്റ്റെൻഡ് ഇടണമെന്ന് പറഞ്ഞു. സ്റ്റെൻഡ് ഇടാൻ 3 ലക്ഷം രൂപയാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഒരു ദിവസം പെട്ടെന്ന് 3 ലക്ഷം പറഞ്ഞാൽ ചെറുകിട കർഷകനാണ് ഞാൻ, ആവില്ല. പിന്നെ ബന്ധുക്കാരും സ്വന്തക്കാരൊക്കെ വന്നിട്ട് 3 ലക്ഷമൊക്കെ ഉണ്ടാക്കി. പക്ഷേ കുറേ കാര്യങ്ങൾ ഞാൻ ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ കൃത്യമായിട്ടുള്ളൊരു മറുപടി കിട്ടിയില്ല. അപ്പോൾ ശരി പറഞ്ഞിട്ട് ആൻജിയോ ചെയ്തു, സ്ട്രോക്ക് ഉണ്ട്, സ്റ്റെൻഡ് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഫയലുകളൊക്കെ കൊണ്ട് വീണ്ടും വന്ന് അമൃത ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ ഡോക്ടറുണ്ട്, വിവേക് നമ്പ്യാർ പറഞ്ഞിട്ടൊരു ഡോക്ടറുണ്ട്. ഇപ്പോഴും അദ്ദേഹം അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം കുറേ മരുന്ന് എഴുതുന്നതിൻ്റെ ഇപ്പോൾ എന്തായാലും സ്റ്റെൻഡ് ഇടണ്ട, 1 വർഷം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഇതെന്താണ് വരാൻ കാരണം, ഈ സ്റ്റെൻഡ് ഇടാതെ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള പഠനം ആയിട്ട് ഞാനിങ്ങനെ നടക്കുന്ന സമയത്താണ് നമ്മുടെ വയനാട്ടിലെ ചെറുവയൽ രാമേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു ജൈവ കർഷകനുമാണ്. പരമ്പരാഗതമായിട്ട് ആളുടെ അടുത്തൊരു 175 തരം വിത്തുണ്ട്. അപ്പം അങ്ങനെ അദ്ദേഹത്തിന് ബന്ധപ്പെട്ടു. അപ്പം അദ്ദേഹത്തിന് ബന്ധപ്പെട്ട് ഞാൻ അങ്ങനെ ഇവിടുന്ന് അദ്ദേഹത്തിനെ കാണാൻ പോയി. അവിടുന്ന് 2 കിലോ രക്തശാലി നെല്ല് തന്നു, 2 കിലോ. ആ 2 കിലോയിൽ വെച്ച് ഇവിടെ വെച്ച് ഞാനത് കൃഷി ചെയ്ത് കൂട്ടി. അങ്ങനെ അന്ന് മുതൽ ആ രക്തശാലി അരിയുടെ കഞ്ഞി കുടിക്കാൻ പറഞ്ഞു. കാരണം അതിൽ ഒരുപാട് ഔഷധ ഗുണമുള്ള കാര്യം ഒരുപാട് രാമേട്ടൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അത് വന്ന് രക്തശാലി അരിയുടെ കഞ്ഞി നിരന്തരമായി രാവിലെയും വൈകിട്ടും കുടിക്കാൻ തുടങ്ങി. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് ശേഷം വീണ്ടും പോയി ആൻജിയോ ചെയ്തപ്പോൾ എനിക്ക് ഈ സ്റ്റെൻഡ് ഇടേണ്ടി വന്നില്ല, ബ്ലോക്ക് മാറി എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ഈ രക്തശാലിയെക്കുറിച്ചിട്ടും പിന്നെ ഈ ഔഷധ ഗുണമുള്ള അരികളെ കുറിച്ചിട്ട് ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പഠനത്തിലാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഈ ചെറുവയൽ രാമേട്ടൻ പറഞ്ഞു തന്നു. പിന്നെ പാലക്കാട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ വരും, ഇവിടെ വന്ന് രാത്രി ഇവിടെയാണ് താമസിക്കുക. അപ്പം ഞാൻ ഏകദേശം അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് അറിവുള്ളൊരു മനുഷ്യനാണ് ജൈവ കൃഷിയെക്കുറിച്ചിട്ട്. അപ്പോൾ ആ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ പൂർണ്ണമായിട്ടും രക്തശാലി, നവര, ബ്ലാക്ക് റൈസ്, തായ്ലാൻഡ് ബ്ലാക്ക് റൈസ്, പാലക്കാടൻ മട്ട പറഞ്ഞാൽ തവളക്കണ്ണൻ, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രക്തശാലിയെ കുറിച്ചിട്ട് ആദ്യം ഞാൻ പറയാം. അതായത് ബ്ലഡ് ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് രക്തശാലിക്കുള്ളത്. അതായത് ഉദാഹരണത്തിന് ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് 1 മാസം കഴിഞ്ഞിട്ട് അറ്റാക്കോ സ്ട്രോക്കോ വരാൻ സാധ്യതയുള്ളൊരു വ്യക്തിയാണ് ഞാനെങ്കിൽ ഞാൻ ഇന്ന് മുതൽ ഈ രക്തശാലി അരിയുടെ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ അത് മാറിപ്പോകും
എന്നാണ് എൻ്റെ ഒരു അനുഭവം. സ്ട്രോക്കിൻ്റെ കാര്യത്തിൽ, അറ്റാക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ അനുഭവം ഇല്ല. പക്ഷേ ബ്ലഡ് ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് രക്തശാലി ഉള്ളത്. പിന്നെ യൗവനം നിലനിർത്താൻ പണ്ട് മൈസൂർ രാജാക്കന്മാർ മാത്രമാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് യൗവനം നിലനിർത്തും, ആരോഗ്യപരമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം, അങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഈ അരിക്കുണ്ട്. അപ്പോൾ ഇത് ജൈവ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടിപ്പോയിട്ട് ഒരു 10 കിലോ നെല്ല് കൊണ്ടുപോയിട്ട് ഒരു കണ്ടത്തിൽ കൊണ്ടുപോയിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജൈവ കൃഷി ആവില്ല. ജൈവ കൃഷിക്ക് പ്രത്യേക ഒരു മുന്നൊരുക്കമുണ്ട്. ഇപ്പോൾ 2 ദിവസം മുമ്പ് 4 ദിവസം മുമ്പാണ് വിഷു കഴിഞ്ഞത്. അപ്പോൾ ഈ രക്തശാലി അല്ലെങ്കിൽ നവര, ബ്ലാക്ക് റൈസ് ഏത് കൃഷിയിടത്തിലാണോ ഇടേണ്ടത് അവിടെ നമ്മൾ ആദ്യം 9 നവധാന്യങ്ങൾ ഇടും, ഒപ്പം തന്നെ ഡെയിഞ്ച് ഇടും. അപ്പോൾ അത് മഴ വന്നാലേ മുളയ്ക്കുള്ളൂ, അതിന് മുമ്പ് നമ്മൾ ഇടും, ഇട്ടത് മുളയ്ക്കും. അപ്പോൾ ആ 9 നവധാന്യങ്ങളും ഡെയിഞ്ചും ഒരു മഴ പെയ്താൽ മുളയ്ക്കും. അങ്ങനെ 1 മാസം 2 മാസം ആകുമ്പോഴേക്കും അത് അടിയിലുള്ളത് അളിയും, ഡെയിഞ്ച് മേലേക്ക് വരും. അതിൻ്റെ അടിയിൽ നമ്മൾ ഈ വൈക്കോല്, നമുക്ക് കൃഷി ഉള്ളതുകൊണ്ട് വൈക്കോല് കൊടുത്തിട്ട് ക്ഷീരകർഷകരിൽ നിന്ന് നമുക്ക് വളം കിട്ടും. അങ്ങനെ 1 ഏക്കറയ്ക്ക് 4 ട്രാക്ടർ വളം ആദ്യം അതിലിടും. 4 ട്രാക്ടർ വളം ഇടാം, അല്ലെങ്കിൽ ഈർച്ചപ്പൊടിയില്ലാത്ത കോഴിക്കാട്ട് ഇടാം, അതല്ലെങ്കിൽ ആട്ടുംപട്ടി ഇടാം. ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്തിട്ട് നമ്മൾ 1 മാസമോ 2 മാസമോ കഴിഞ്ഞിട്ട് ഇതിനെ പൂട്ടി മുറിക്കുക. പൂട്ടി മുറിച്ചിട്ട് നമ്മളൊരു 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ചളി നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ലക്ഷക്കണക്കിന് മറ്റേ മണ്ണിരി ഉണ്ടാവും. അത് ആ കണ്ടം നമുക്ക് ജൈവ കൃഷിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാരണം നമ്മളതിൻ്റെ മണ്ണിൻ്റെ അതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങളുണ്ട്. മണ്ണിൻ്റെ pH നോക്കി, മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി, അങ്ങനെയാണ് നമ്മളിത് ഈ 1-ാം വിളയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യാൻ 2-ാം വിളയ്ക്കാണ് കൂടുതൽ ചെയ്യാൻ പറ്റുള്ള. 1-ാം വിളയ്ക്ക് കൂടുതൽ മഴയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്ത്, അപ്പോൾ അത്രയും പിന്നെ എന്താ പറയുക, ജൈവ രീതിയിലുള്ള കാര്യങ്ങൾ ഈ അരിയിലേക്ക് വന്നു. കാരണം നമ്മൾ 9 നവധാന്യങ്ങൾ പിന്നെ കാലിവളം, ഡെയിഞ്ചൊക്കെ ഇടും. അപ്പോൾ അത്രയും ഗുണം. അതായത് ഈ രക്തശാലി അരിയുടെ കഞ്ഞി നമ്മൾ എന്തിനാണ് കുടിക്കുന്നത്? ബ്ലഡ് ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയക്കാണ് നമ്മൾ ആ അരിയുടെ കഞ്ഞി കുടിക്കുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നമ്മൾ പല ആൾക്കാർ കേരളത്തിലേക്ക്, ഞാനിപ്പോൾ ഒരു 50-60 ആൾക്ക് രക്തശാലി അരിയുടെ വിത്ത് കൊടുത്തിട്ടുണ്ട് ഇടാൻ. പക്ഷെ അവിടുത്തെ പിന്നെ നെല്ലിൻ്റെ ന്യൂട്രീഷനും നമ്മളിവിടെ ഉണ്ടാക്കിയ, പാലക്കാട് ഉണ്ടാക്കിയ, അല്ലെങ്കിൽ ഞങ്ങളുടെ കോതമംഗലം ബ്ലോക്കിൽ മാത്തൂർ പഞ്ചായത്തിൽ ഉണ്ടാക്കിയ രക്തശാലിയുടെ നെല്ലിൻ്റെ അരിയും അവിടുത്തെ മറ്റുള്ള ജില്ലയിലെ നെല്ലിൻ്റെ അരിൻ്റെ ന്യൂട്രീഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, മണ്ണൂത്തി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട്, നല്ല വലിയ ലാഭമാണ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യത്യാസം അറിയും. അപ്പോൾ ഒരുപാട് ന്യൂട്രീഷൻ അത് കൃഷിഭവൻ മുഖാന്തരം, ഇപ്പോൾ കോതമംഗലം AD മുഖാന്തരമൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മുടെ ഈ പാലക്കാട്ടിൽ വിളയണ അരി അല്ലെങ്കിൽ ഇവിടുത്തെ രക്തശാലി അരിയുടെ ഗുണം വേറെ എവിടെയും കിട്ടില്ല. അതുകൊണ്ടാണ് പാലക്കാടൻ മട്ട എന്ന് പറഞ്ഞാൽ ലോകവ്യാപകമായിട്ട് പേരെടുത്തൊരു പിന്നെ നെല്ലാണ് ഈ പാലക്കാടൻ മട്ട എന്ന് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാട്ടിൻ്റെ പ്രകൃതിയും ചൂടും മഴയും, പിന്നെ 2-ാം പ്രാവശ്യം നമ്മൾ മലമ്പുഴ വെള്ളത്തിലാണ് നമ്മൾ കൃഷി ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം, അതായത് ഏറ്റവും നല്ല മിനറൽ വാട്ടർ മണ്ണാർക്കാട് ശിരുവാണിയിലെ ഡാമിലാണ്. ആ വെള്ളം നമുക്ക് ഒരു തുള്ളി കിട്ടില്ല, അത് കംപ്ലീറ്റ് കോയമ്പത്തൂർ പോകുന്നതാണ്. പിന്നെ 2-ാം പ്രാവശ്യം മലമ്പുഴ വെള്ളവും അതുപോലെ 6 പഞ്ചായത്തും 7 പഞ്ചായത്തും പാലക്കാട് മുനിസിപ്പാലിറ്റിക്കൊക്കെ ഈ വെള്ളമാണ്. അപ്പം അത്രയും ശുദ്ധമായ വെള്ളം, ആ വെള്ളം തന്നെയാണ് കൃഷിയിലേക്ക് വരുന്നത്. അപ്പോൾ ഉപ്പ് രസം ഇല്ലാത്ത വെള്ളമാണ് മലമ്പുഴ ഡാമിലെ വെള്ളം. അപ്പോൾ 2-ാം പ്രാവശ്യമാണ് നമ്മൾ കൂടുതലും ഈ രക്തശാലി, നവര, ബ്ലാക്ക് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണം നമ്മൾ കഴിക്കുന്ന സമയത്ത് എന്താണോ നമ്മുടെ ശരീരത്തിന് വേണ്ട ആ ഗുണം ഈ രക്തശാലി അരിയിലേക്ക് കിട്ടും എന്നുള്ളൊരു 100-ൽ 101% ഉറപ്പ്. എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ തന്നെയാണ്. ഞാനിപ്പോഴും സ്റ്റണ്ട് ഇട്ടിട്ടില്ല. ഇപ്പോഴും ഞാൻ ഇപ്പോൾ വൈകുന്നേരം മാത്രം രക്തശാലി അരിയുടെ കഞ്ഞി കുടിച്ചിട്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തത് നവരയാണ്. ഈ നവര എന്ന് പറയുന്നത് 3 തരം നവരയുണ്ട്. കറുപ്പ് നവരയുണ്ട്, ചുവന്ന നവരയുണ്ട്, വെള്ള നവരയുണ്ട്. ഈ കറുപ്പ് നവരയിലാണ് ഔഷധ ഗുണം കൂടുതലുള്ളത്. അതായത്
പിന്നെ കാറ്റ് വന്ന കറുപ്പ് നവരയിലെ നെല്ല് കാറ്റ് വന്ന കൊഴിയും. അത് ഈ പഞ്ചയ്ക്ക് ബലമില്ല, ഈ തലമുടി പോലെയാണ്, ബലമില്ലാണ്ട് ഇതാണ്. പക്ഷെ ചുവപ്പ് നവരയും വെള്ള നവരയും കൊഴിയില്ല, നല്ല ബലമുണ്ട്. അതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഈ നവര കിഴി ചെയ്യും. അതായത് ഒരു 200 ഗ്രാം പിന്നെ നവര അരി എടുക്കുക, മിക്സിയിൽ ലൈറ്റായിട്ടൊന്ന് ഓട്ടിയിട്ട് അതിന് വേവിച്ചിട്ട് തുണിയുണ്ടല്ലോ, ഈ തോർത്തുണ്ട്, 7 ഇറക്കാൻ തോർത്തിൽ നമ്മൾ കെട്ടിയിട്ട് 1 ലിറ്റർ പാൽ അവിടെ കളഞ്ചോട്ടിൽ വെക്കുക. എന്നിട്ട് ആ കിഴിയിൽ നമ്മൾ ഈ പിന്നെ നവരൻ്റെ ചോറ് പോലെ കൂള് പോലെ വരും, അത് ഈ പിടിയിലായിട്ട് കെട്ടിയിട്ട് നമ്മൾ ഇളം ചൂട് പാലും വെള്ളത്തിൽ, അതായത് ഏറ്റവും നല്ലത് പശുവും പാല്, മിൽമ പാല് ഇല്ലാണ്ട് പശുവും പാല് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മളത് മുക്കി 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 നമ്മുടെ ശരീരത്തിൽ, ഈ വേനൽക്കാലത്തല്ല മഴക്കാലത്ത് തേച്ചുകൊണ്ടേ ഇരിക്കുക ഒരു ഒറ്റ മണിക്കൂർ. 2500-3000 രൂപയാണ് നവരക്കിഴിക്ക് ആയുർവേദ ഹോസ്പിറ്റലിൽ. അപ്പം നമ്മൾ ആരെങ്കിലും ഒരു ഹെൽപ്പ് വേണം. ഫുള്ളായി തേക്കുക, ഫുള്ളായി തേച്ചിട്ട് 1 മണിക്കൂർ നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾക്ക് ഏകദേശം 15 ഡിഗ്രി തണുപ്പ് വരും. നമുക്ക് ഈ 15 ഡിഗ്രി തണുപ്പ് വരാനുള്ള കാരണം ഈ ഒറിജിനൽ നവരയായതുകൊണ്ടാണ്. കറുപ്പിലെ ഒറിജിനൽ നവരയാണ് കറുപ്പ്. ഈ കറുപ്പ് നവരൻ്റെ കിഴിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒറിജിനൽ കറുപ്പ് നവരയാണെങ്കിൽ അത് നമുക്കൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ കിഴി കെട്ടി തേച്ച് ആകുമ്പോൾ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് തണുപ്പ് വരും. തണുപ്പ് വന്ന് നമ്മൾ ഇളം ചൂട് വെള്ളത്തിൽ പോയിട്ട് പിന്നെ ചെറുപയർ പൊടിയിട്ടിട്ട് കുളിക്കുക. ഈ സമയമല്ല, മഴക്കാലത്ത്. അതൊന്നും അങ്ങനെ, പിന്നെ അതിൻ്റെ കഞ്ഞി കുടിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. പിന്നെ ഉള്ളത് ബ്ലാക്ക് റൈസ് ആണ്. ബ്ലാക്ക് റൈസ് 2 തരമുണ്ട്. ഒന്ന് നമ്മുടെ ഇന്ത്യൻ ബ്ലാക്ക് റൈസ് എന്ന് പറയുന്നത് 165 ദിവസത്തെ മൂപ്പാണ്. 165 ദിവസത്തെ മൂപ്പും വരും, 7 അടി പൊക്കം വരും. അപ്പോൾ അതിന് നമ്മൾ നിലനിർത്തിക്കൊണ്ട് ഈ ഭാഗത്തും ആ ഭാഗത്തും ഓരോ വടി വെച്ച് കയറ് കെട്ടിയിട്ട് വേണം. കരിമ്പത്തുണ്ട് പോലുള്ള ബലം ഉണ്ടാവും, എന്നാലും കാലാവസ്ഥാ വ്യതിയാനം എപ്പോഴാണ് മാറുക എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അത് വീഴും. അപ്പോൾ അത് ഉൽപ്പാദിപ്പിച്ചെടുക്കണമെങ്കിൽ നല്ല കഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് തായ്ലാൻഡിൽ നിന്ന് 2 കിലോ തായ്ലാൻഡ് ബ്ലാക്ക് റൈസ് കൊണ്ടുവന്നു. അതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 110 ദിവസത്തെ മൂപ്പേ ഉള്ളൂ, ഉയരം ഈ ഉയരമുള്ളൂ. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കാഴ്ച ശക്തി. ഇപ്പം നമ്മളിപ്പോൾ ക്ലാസ് കിട്ടുന്നുണ്ട്, പക്ഷേ അതിന് മുമ്പ് തന്നെ അത് സ്ഥിരമായി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കാഴ്ച ശക്തി കൂടും. പിന്നെ അതുപോലെ നല്ല തടിയുള്ളവർക്കാണെങ്കിൽ തടി കമ്മിയാവും, കൊളസ്ട്രോൾ പോകും. അതായത് രാവിലെ ഒരു 8 മണിക്ക് ആ ബ്ലാക്ക് റൈസിൻ്റെ അരിയുടെ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ വൈകുന്നേരം ഒരു 7 മണിക്ക് അത് വിശക്കുള്ളൂ. അത് പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ രക്തശാലിയെ നവരെ കഞ്ഞി വയ്ക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ്സിന് ആ ക്ലാസ്സിൽ 6 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി. പക്ഷേ ബ്ലാക്ക് റൈസ് ആകുമ്പോൾ 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ 8 ഗ്ലാസ് വെള്ളം വെക്കണം. അത്രയും കഞ്ഞിപ്പശ കൂടുതലാണ്. അപ്പോൾ അത്രയും ഔഷധ ഗുണമുള്ളതാണ് ഈ രക്തശാലിയും നവരയും ബ്ലാക്ക് റൈസും. ഇത് 3ഉം മെഡിസിൻ റൈസാണ്. അത് ഉൽപ്പാദിപ്പിക്കാൻ കർഷകർ വളരെ കമ്മിയാണ്. അത് കമ്മിയാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈൽഡ് വളരെ കമ്മിയാണ്. അതായത് 1 ഏക്കറിൽ 2 ടണ്ണും 3 ടണ്ണും മറ്റുള്ള നെല്ല് വിളയുന്ന സമയത്ത് ഇത് മറ്റേ നവര വന്നിട്ട് 500 കിലോനെ ഉണ്ടാവുള്ളൂ. ബ്ലാക്ക് റൈസ് ഒരു 600-650 കിലോ ഉണ്ടാവും. രക്തശാലി വന്നിട്ട് ഒരു 700-750 കിലോ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് പാലക്കാടൻ മട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40-45 കൊല്ലം 50 കൊല്ലം മുമ്പുള്ളതാണ്. തവളക്കണ്ണെന്ന് പറയും. അത് ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ 1-ാം വിളയ്ക്ക് പറ്റില്ല. ഈ പറയുന്ന സാധനങ്ങളൊന്നും 1-ാം വിളയ്ക്ക് പറ്റില്ല, 2-ാം വിളയ്ക്കേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ വിത്ത് വംശനാശം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1-ാം വിളയ്ക്ക് കൂടുതലിടുന്നത്. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ രക്തശാലി പറയുന്നത് 100-110 ദിവസത്തെ മൂപ്പാണ്. ആ നെല്ല് 150 ദിവസം കഴിഞ്ഞാൽ നെല്ലിന് ഒരു കേടും ഉണ്ടാവില്ല, പക്ഷെ മുളയ്ക്കില്ല. 100 വിത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 10-20 വിത്തേ മുളയ്ക്കുള്ളൂ. 150 ദിവസം കഴിഞ്ഞാൽ അത് മുളയ്ക്കില്ല. അതേപോലെ തന്നെ കറുപ്പ് നവര, അത് 65 ദിവസമാണ് അതിൻ്റെ വിളവെടുപ്പ്. 65-70 ദിവസം. 100 ദിവസം കഴിഞ്ഞാൽ ഇത് മുളയ്ക്കില്ല. നെല്ലിന് കേടുണ്ടാവില്ല, മുളയ്ക്കില്ല. അതുപോലെ തന്നെയാണ് ഈ മറ്റേ
ബ്ലാക്ക് റൈസും മറ്റേ തവളക്കണ്ണനും. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെയുള്ള നെല്ലിന് ഇങ്ങനെയുള്ള ഒരു പ്രയാസങ്ങൾ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ പിന്നെ ജൈവ കൃഷിയായിട്ട് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ രക്തശാലി, നവര, ബ്ലാക്ക് റൈസ്, പാലക്കാടൻ മട്ട എന്നുള്ളത് നേരത്തെ ഞാൻ ഈ തുടക്കത്തിൽ എല്ലാ കൃഷിഭവനിലും ഈ രക്തശാലി എന്നുള്ള കേരളത്തിലേക്ക് ഇത്രയും അറിയപ്പെടാനുള്ള കാരണം തന്നെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ രക്തശാലി എന്നുള്ള പേര് തന്നെ കേരളത്തിലേക്ക് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ പല ആൾക്കാരും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് അരി മേടിക്കും. തുടക്കത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കോലമന്നം ബ്ലോക്കിൽ 7 കൃഷിഭവനുണ്ട്. ഈ 7 കൃഷിഭവനിലും ഞാൻ അവിടെ കൊണ്ട് ഒട്ടിവെക്കും. രക്തശാലി, നവര, ബ്ലാക്ക് റൈസ്, പാലക്കാടൻ മട്ട, തവളക്കണ്ണം പറഞ്ഞിട്ട് വിലയും എഴുതി വയ്ക്കും. അന്ന് ഇതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. പ്രൊഫസർമാർക്കും അറിയില്ല, കൃഷി ഉദ്യോഗസ്ഥന്മാർക്കും അറിയില്ല, കൃഷി ഓഫീസറിനും അറിയില്ല, ആർക്കും ഇതറിയില്ല. അപ്പം അങ്ങനെ ഞാൻ നമ്മുടെ കൃഷി ഓഫീസറുടെ അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അതിന് ഡെവലപ്മെൻ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി പറഞ്ഞു തന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ഇങ്ങനെ ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയാണ് പിന്നെ ഈ അസുഖത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞത് കേരള കൗമുദിൽ, അങ്ങനെ യൂട്യൂബിൽ, പത്രവാർത്ത, ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ് ഇത് മൊത്തം കേരളത്തിലല്ല ഇന്ത്യയിൽ ലോകമെമ്പാടും അറിയാനുള്ള കാരണം ദൃശ്യമാധ്യമങ്ങളിലൂടെ തന്നെയാണ്. അങ്ങനെ ആളുകൾ എന്നെ സമീപിച്ചു, ഞാൻ അരി അവർക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഉദാഹരണത്തിന് ഒരു 300 റുപ്യക്ക് അരി ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ 600-700 റുപ്യക്ക് കൊടുക്കണം. ഇടനിലക്കാർ ഒരുപാട് നമ്മളെ എന്താ പറയുക, നമ്മൾക്ക് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് വരുമാനമില്ല, പക്ഷെ ഇടനിലക്കാർക്ക് വരുമാനമായി. ചൂഷണം ചെയ്യുക എന്ന് പറയില്ലേ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എന്തിനാണ് ഇപ്പം ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ട്. നമ്മൾ പിന്നെ ലളിതമായിട്ടുള്ള ഒരു ജീവിതമാണ്, ഹറിബറിയുള്ള ജീവിതമില്ല, ആഡംബര ജീവിതവുമില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് അങ്ങനെ ദൃശ്യമാധ്യമങ്ങളിലൂടെ മൊത്തം പരസ്യം ചെയ്ത് അങ്ങനെ ഓരോരോ പിന്നെ എന്താ പറയുക യൂട്യൂബിലും മറ്റുള്ളതിലൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് ഇത് ഇങ്ങനെ രൂപമാത്തൂര് പറഞ്ഞിട്ട് അറിയാൻ തുടങ്ങിയത്. അപ്പം ഇന്ന കൃഷി ചെയ്യണമെന്നുള്ള അറിയുന്നത്. അപ്പം ഞാൻ എന്തെന്ന് ചെയ്ത് വെച്ചാൽ ഇടനിലക്കാർക്ക് കൊടുക്കൽ നിർത്തി. ഇപ്പം നേരിട്ട് ഇപ്പോൾ ഇന്ത്യയിലേക്ക് എല്ലാവിടേക്കും വിടുന്നുണ്ട്. അതിന് നമ്മുടെ മാത്തൂർ പോസ്റ്റ് ഓഫീസിൽ എല്ലാ സൗകര്യം ചെയ്തതിൻ്റെ വിദേശ രാജ്യത്തേക്ക് കയറ്റി വിടാൻ ഉള്ള സൗകര്യം പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് അതിനുള്ള സൗകര്യം ഇപ്പോൾ അവർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു 5-6 വർഷമായിട്ട് സ്ഥിരമായിട്ട് പോസ്റ്റ് ഓഫീസിലൂടെ വിടുന്ന സമയത്ത് അവർക്ക് എന്നെക്കുറിച്ച് അറിയാലോ ഇത്രയും ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെയാണ് ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഈ സാധനം ഇപ്പോൾ ഇത് 1 കിലോനാണ്. ഇതിപ്പോൾ 1 കിലോ 300 രൂപ വിലയാണ്. ഇത് ഞാൻ നേരെ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നൊരു കസ്റ്റമർ നമ്മളെ വിളിച്ചിട്ട് 2 കിലോ അരി വേണം പറഞ്ഞാൽ ഇത് നമ്മൾ കൊടുക്കും. 100 രൂപ എക്സ്ട്രാ വരും, എന്തിനാണ് പോസ്റ്റൽ ചാർജ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഈ കഞ്ഞി വെക്കുന്നതിൻ്റെ ഉള്ള ഒരു പ്രയാസങ്ങൾ പലവരും ചോദിക്കും. കാരണം ഒരേടി നമ്മൾ കുക്കറിൽ വെച്ചിട്ട് 10 വിസിൽ വന്നിട്ട് കാര്യമില്ല. ആദ്യം നമ്മൾ അരിയിട്ടു, കഴുകി അരിയിട്ടതിന് ശേഷം 2 വിസിൽ വന്നിട്ട് നമ്മൾ ഓഫാക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഓണാക്കിയിട്ട് ഒരു 2 വിസിൽ വരട്ടെ. അത് 4 വിസിലോട് കൂടിയിട്ട് പിന്നെ വേകും. അപ്പോൾ പിന്നെ അതിന് ശേഷം ചെറുപയർ, പിന്നെ ഒരു നുള്ളു ജീരകം, കുറച്ച് വെന്തയം, ഒരു ചെറിയ ഉള്ളി, ഇതാണ് ഫസ്റ്റ് ഇട്ട് നമ്മൾ വേവിക്കേണ്ടത്. അതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചുട്ട പപ്പടവും മറ്റുള്ളതായിട്ട് കഴിക്കുക. പിന്നെ ഇതിൽ വേറെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഗർഭിണികൾ 1-ാം മാസം മുതൽ 6 മാസം വരെ കഴിക്കുക. 6-ാം മാസം മുതൽ 10-ാം മാസം വരെ കഴിക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഞ്ഞി കുടിക്കുമ്പോൾ ഉള്ളിൽ കുഞ്ഞ് തടി വയ്ക്കുന്നതാണ് വേണ്ടത്. ഇതൊക്കെ അനുഭവമുള്ള ഈ പട്ടാം നെഹ്റു കോളേജ് ലക്കിടി എന്നൊക്കെ കുറേ കുട്ടികളും പ്രൊഫസർമാരും ഇവിടെ പല ഭാഗത്തുനിന്ന് ട്രെയിനിങ്ങിന് വരും. അതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ അനുഭവം. അതുപോലെ തന്നെ മാസമുറ വരുന്ന സമയത്ത് ആ 10 ദിവസം ഈ കഞ്ഞി കുടിക്കാൻ പാടില്ല. അത് അത് കഴിച്ചതിൻ്റെ അനുഭവം ഉള്ള കുട്ടികളും അല്ലെങ്കിൽ അവരുടെ സ്റ്റുഡൻസുകളും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ രഘുവേട്ട അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആ ദിവസം
കഴിക്കുന്ന സമയത്ത് അറിയാലോ, ഞാൻ ഇനി പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം, കുട്ടി വലുതാവുന്ന പ്രശ്നം, അങ്ങനെയുള്ളത്. പിന്നെ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നത് സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ഈ മുട്ടുംകാല് വേദനയുണ്ടെങ്കിൽ ഞാനൊരു 100 പേർക്ക് പരീക്ഷിക്കാൻ കൊടുത്തു, ഫ്രീ ആയിട്ട്. അപ്പോൾ കൊടുത്തപ്പോൾ ഏകദേശം 85 ആൾക്ക് മുട്ടുവേദന മാറി. 2 കിലോ 21 ദിവസം കൊണ്ട് കഴിക്കാൻ പറയാം. 2 കിലോ 3 കിലോ അരി കഴിക്കാൻ പറയും. അപ്പോൾ അത് ഗ്യാരണ്ടിയാണ്. നമുക്ക് ഇത്രയും ആളുകൾ അനുഭവം കൊണ്ട് പറയണം. 100 ആൾക്ക് കൊടുത്തപ്പോൾ 85 ആൾക്കും ആ മുട്ടുവേദന മാറി. അപ്പോൾ അതങ്ങനെ. ഇതിപ്പോൾ ഈ ഇടയിൽ ഞാൻ ആലപ്പുഴയിൽ കുറേ കുട്ടികളുണ്ട്, സ്കൂൾ കുട്ടികളുണ്ട്. അവരുടെ മുറ്റത്തടക്കം ഇപ്പോൾ വിളവെടുത്ത് നടന്നത് 2 ദിവസം മുമ്പാണ് വിളവെടുത്തത്. രക്തശാലിയും അവരും ബ്ലാക്ക് റൈസും ഇതെല്ലാം എന്താ പറയുക, ഫ്രീ ആയിട്ട് കൊടുത്താണ്. ഇപ്പം ഞാനൊക്കെ എൻ്റെ കാലം കഴിയുന്നവരെയൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ഭാവി തലമുറയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു നേരങ്ങളിൽ നമ്മളിപ്പോൾ ഫാസ്റ്റ് ഫുഡ്, പല ഫുഡുകളാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ളത്. അത് കഴിച്ചതുകൊണ്ട് എന്തൊക്കെ ദോഷങ്ങൾ വരുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരാഴ്ചയ്ക്ക് നിങ്ങളൊരു 3 ദിവസം അല്ലെങ്കിൽ ആഴ്ചയ്ക്ക് വൈകുന്നേരങ്ങളിൽ മാത്രം ഈ കഞ്ഞി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പല അസുഖവും നമുക്ക് വരാതെ കഴിച്ചു കൂട്ടിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. അതിൻ്റെ ഏക ഉദാഹരണം ഞാൻ തന്നെയാണ്. അപ്പോൾ അതിന് പരമാവധി നിങ്ങൾ ഈ പല ഫാസ്റ്റ് ഫുഡും കഴിക്കുന്നത് നിർത്തിയിട്ട് ഇങ്ങനെയുള്ള ആരോഗ്യത്തോടു കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ഇങ്ങനെയുള്ള ജൈവ രീതിയിലുള്ള അരിയുടെ കഞ്ഞിയൊക്കെ കുടിച്ചാൽ നന്നായിട്ട് പോകാൻ പറ്റും. പിന്നെ ഇത് നമ്മളെ ഒരുപാട്, ഞാൻ ആദ്യം എൻ്റെ മാത്തൂർ പഞ്ചായത്തിലെ പാടശേഖരമാണ് കണ്ണംകുളക്കര പാടശേഖരം. ഏറ്റവും വലിയൊരു പാടശേഖരമാണ്. അവിടെ അതിൽ കുറേ കർഷകർക്ക് കൊടുത്തു. ഒരു പ്രാവശ്യമൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ പാടശേഖരത്തിൽ ചെയ്തു. പിന്നെ 2150 കർഷകർ മാത്തൂർ പഞ്ചായത്തിലുണ്ട്. 35 പാടശേഖര സമിതിയുണ്ട്. ഇവരുടെ അടുത്തൊക്കെ ഞാൻ കൃഷി ഓഫീസർ മുഖാന്തരം എല്ലാവരുടെ അടുത്തും പറഞ്ഞു. കുറേ ആൾക്കാരൊക്കെ ഫസ്റ്റ് തുടക്കത്തിൽ ചെയ്തു, പിന്നെ ആരും ചെയ്തില്ല. പിന്നെ കുഴൽമന്നം ബ്ലോക്കിൽ 7 പഞ്ചായത്തിൽ പറഞ്ഞ് അവരും കുറേയൊക്കെ ചെയ്തു. പിന്നെ ആരും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാൻ ഒന്നാമത് ക്ഷമ വേണം, പരിപാലനം വേണം, അതിനോട് താല്പര്യം വേണം. അങ്ങനെയുള്ളവർക്കേ പറ്റുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ 1 ഏക്കറയ്ക്ക് 2.5 ടണ്ണ് 3 ടണ്ണ് നെല്ല് ഹൈബ്രിഡ് കിട്ടും. ഇത് 500-600 കിലോ കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് പാലക്കാട് ജില്ലയിൽ നിന്ന് കേരളത്തിൽ എവിടെ കാർഷിക വിപണന മേളയുണ്ടെങ്കിലും ഞാൻ പോകും. പാലക്കാട് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അല്ലെങ്കിൽ AD ഓഫീസർ, കൃഷി ഓഫീസർ റെക്കമെൻഡേഷൻ ചെയ്തിട്ട് ഇത് പരിചയപ്പെടുത്താൻ വേണ്ടി പോകും. അപ്പം അങ്ങനെ ആയി. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസാദ് മന്ത്രിനെ എല്ലാ സമയത്തും ഓരോ കാർഷിക വിപണന മേളയ്ക്കും അദ്ദേഹത്തെ കാണും. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയും. അപ്പോഴാണ് അങ്ങനെയാണ് കേരള ഗ്രോ പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ടാക്കി, കേരള സർക്കാരിൻ്റെ കൃഷി വകുപ്പിൻ്റെ. അങ്ങനെ നമ്മുടെ കുറേ പ്രൊഡക്റ്റ് കൊടുത്തു. അങ്ങനെ കേരള ഗ്രോൻ്റെ എംബ്ലം കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് വെച്ച് ചെയ്യണമെങ്കിൽ അവരുടെ സമ്മതം വേണം. ഇത് ഞാൻ പാലക്കാട് അവിടെ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് അതിന് ഓക്കെ ആണെന്നുകൊണ്ട് കേരള ഗ്രോ പറഞ്ഞിട്ടൊരു ആപ്പിൽ കൂടിയാണ് നമ്മൾ കൊടുക്കാൻ പറ്റുക. പക്ഷെ ഇതിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ കേരള ഗ്രോ എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പം ഞാൻ ബഹുമാനപ്പെട്ട പ്രസാദ് മന്ത്രിയുടെ അടുത്ത് പറഞ്ഞു, കേരള ഗ്രോ എന്നുള്ളൊരു എംബ്ലം കേരള സർക്കാരിനുണ്ട് എന്നുള്ളത് കേരളത്തിലുള്ള ആൾക്കാർക്കും അറിയില്ല, കൃഷി വകുപ്പിലുള്ള ആൾക്കാർക്കും അറിയില്ല. അപ്പം അതൊന്ന് പരസ്യം ചെയ്തിട്ട് നല്ല പരസ്യമാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള വെറൈറ്റി നെല്ലൊക്കെ കൂടുതൽ കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ എന്തോ അത് അവിടേക്ക് അങ്ങോട്ട് എത്തിയില്ല. അപ്പം അതുകൊണ്ടാണ് ഈ നല്ല ആൾക്കാർ, നമ്മുടെ കർഷകർക്ക് അതുകൊണ്ട് ക്ഷമയില്ല. അങ്ങനെയാണ് പാലക്കാട് ജില്ല വിട്ടിട്ട് നമ്മൾ മറ്റുള്ള ജില്ലകൾക്ക് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ മറ്റുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട്ടിലെ ക്ലൈമറ്റ് അല്ല മറ്റുള്ളവിടെ. അതുപോലെ തന്നെ മണ്ണിൻ്റെ ഘടന, അവിടെയൊക്കെ കോൾ കൃഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം വറ്റിച്ചിട്ടാണ് അവിടെ കൃഷി ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ അതല്ലല്ലോ. അപ്പോൾ അതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് ഈ അരിയിലും വരുന്നുണ്ട്. മറ്റുള്ള പല ഭാഗത്തും ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക, ഇത് പഴകപ്പഴകയാണ് ഈ
ഇതിന് റെഡ് കളർ വരിക. മറ്റുള്ള ജില്ലയിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ, അതായത് വിളവെടുപ്പ് കഴിഞ്ഞിട്ട് നമ്മളൊരു 10 ദിവസത്തിനുള്ളിൽ നമ്മളത് പ്രോസസ്സിങ് ചെയ്യുകയാണെങ്കിൽ ഒരു 5% കളറേ മറ്റുള്ള ജില്ലയിൽ നെല്ലുണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ ഇവിടുത്തെ നെല്ല് അതല്ല, 40% ഉണ്ടാവും. ഇതിപ്പോൾ 2 മാസം മുമ്പ് പ്രോസസ്സിങ് ചെയ്തതാണ്. ഇതിൽ 40% ഉണ്ട്. ഇപ്പോൾ ഇത് പഴക 100% ആവും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾക്ക് എന്താണോ ഈ കഞ്ഞി കൊണ്ട് കുടിച്ചാലുള്ള ഗുണം നമ്മുടെ ശരീരത്തിലേക്ക് വരേണ്ടത്, അത് നമ്മുടെ പാലക്കാട്ടിലൊരു ക്ലൈമറ്റ് അല്ലെങ്കിൽ മണ്ണിൻ്റെ മാറ്റം അത് കേരളത്തിൽ എവിടെയും കിട്ടില്ല. വയനാട് പറയണമെങ്കിൽ വയനാടൻ പിന്നെ വേറൊരു നെല്ലിന് മാത്രമേ അത് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഒരു കർഷകരും ഇത് ചെയ്യാൻ മുന്നോട്ട് വരാത്തത്. അതുകൊണ്ടാണ് ഈ അരികൾക്ക് ഇങ്ങനെയുള്ളൊരു വില വരാനുള്ള കാരണം. ഒന്നാമത് ഈൽഡില്ല, രണ്ടാമത് ചെയ്യാൻ കർഷകരില്ല, പിന്നെ എനിക്ക് നിവൃത്തിയില്ല. കാരണം ഞാനിങ്ങനെ ഒരു അസുഖം, ഈ സ്ട്രോക്ക് വന്നതിന് ശേഷം ആണ് നമ്മളിതിലേക്ക് വന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൃഷിക്ക് കൂടുതലും ആളുകൾ മുന്നോട്ട് വരാത്തതും മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഞാൻ ഈ സ്വതന്ത്ര കർഷക മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ജൈവ സംരക്ഷണ സമിതി പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് പറഞ്ഞാൽ 10,300 ആൾക്കാരുണ്ട്. എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച ഏതെങ്കിലും ഒരു കർഷകൻ്റെ വീട്ടിൽ ജൈവ കർഷക സമിതിയിലുള്ള പകുതി മുക്കാൽ ആൾക്കാർ കൂടും. അവിടെ വെച്ച് മാർക്കറ്റ് ചെയ്യും. അപ്പോൾ 2025 ജനുവരി ഫെബ്രുവരി 3-ാം തീയതി നമ്മുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. 300 പേര് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ പല കർഷകർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ ജൈവ കൃഷി എങ്ങനെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകാം, ജൈവ കർഷകർക്ക് മാന്യമായ സമ്പാദ്യം എങ്ങനെ വരുത്താം എന്നുള്ള ഇതിൽ പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ കേരള ജൈവ സംരക്ഷണ സമിതിയിലുള്ളത്. അതിൽ പ്രസിഡന്റ് നാരായണേട്ടനാണ്, സെക്രട്ടറി രാജവട്ടം മലമ്പുഴ, പിന്നെ അങ്ങനെ കുറേ പേരുണ്ട്. ശുദ്ധോധനൻ ഡോക്ടറുണ്ട്, മറ്റേ സ്വാമിദാസ് സാറുണ്ട്. അപ്പോൾ അങ്ങനെ പോണ സമയത്ത് അതിലൊരു ചർച്ച വന്നു. ഈ കർഷകന് വല്ലാത്ത നെല്ല്, സപ്ലൈകോ നെല്ലാണെങ്കിലും ശരി, വേറെ എന്ത് പ്രശ്നമാണെങ്കിലും ശരി, ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുകയും ചെയ്യും. എന്നാൽ കർഷകന് അതിൻ്റേതായിട്ടുള്ള ഒരു കാര്യത്തിലും സർക്കാരുകൾ ഒന്നും മാന്യമായിട്ട് ഇടപെടുന്നില്ല. അപ്പം നമ്മൾ ഇത്രയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ നെല്ലുണ്ടാക്കുന്നത്. ഇപ്പോൾ ജൈവ കൃഷിയാണെങ്കിലും ശരി, മറ്റുള്ള നെല്ലാണെങ്കിലും ശരി, ഒരുപാട് കാലാവസ്ഥയെ അതിജീവിക്കണം. വന്യമൃഗങ്ങൾ വല്ലാത്തൊരവസ്ഥയിലാണ് പോണത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് കൃഷിക്കാർ ഇതുമായിട്ട് മുന്നോട്ട് പോണത്. അപ്പോൾ പ്രത്യേകിച്ച് പാലക്കാട്ടുകാരന് എന്താണെന്നറിയില്ല, കേരളത്തിൽ വെച്ചിട്ട് പാലക്കാട്ടുകാർക്കാണ് കൂടുതൽ അവഗണന. അപ്പോൾ അതിൽ ഇപ്പോൾ നെല്ലിൻ്റെ ഒരു കാര്യം, തൃശ്ശൂർ ജില്ലയിൽ പല ഭാഗത്തേക്കും ഞങ്ങൾ ഈ നെൽവയൽ രാമാട്ടനുമായിട്ട് ഞങ്ങൾ കൊയ്ത്തുത്സവത്തിന് പോയിട്ടുണ്ട്. അവിടുത്തെ മാതൃക എങ്ങനെയാണെന്ന് വെച്ചാൽ അതിശയണത്. കാരണം കൊയ്ത്ത് കഴിഞ്ഞതും നേരെ വന്നു, ആ ചാക്കിൽ പിടിച്ചു, പിന്നെ മൂട്ടി, സപ്ലൈകോൻ്റെ PMO ഉണ്ട്, AD ഓഫീസറുണ്ട്, കൃഷി ഓഫീസറുണ്ട്. സംഭവം നേരെ അവിടെ നിന്ന് കയറ്റിക്കൊണ്ടു പോവുകയാണ്. പാലക്കാട്ടിലെ അവസ്ഥ അതല്ല. കൊയ്ത് ട്രാക്ടറിലാക്കി അതിന് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് 2-3 പ്രാവശ്യം കാറ്റത്തിട്ട് നന്നായി ഉണക്കി ചാക്കിൽ കെട്ടി പവനെ പോലെയുള്ള നെല്ലാണ് നമ്മളിവിടെ നിന്ന് കൊടുക്കുന്നത്. ഇപ്പോഴും കാർ ഷെഡിൽ നെല്ലാണ്, കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഇത് 2000 സപ്ലൈകോ എടുക്കാൻ തുടങ്ങിയ മുതൽ പാലക്കാടൻ കർഷക മുന്നേറ്റം പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ സംഘടനാ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് അപകടമാണ് കർഷകർക്ക്. അപ്പം അങ്ങനെ ഈ കേരള ജൈവ സംരക്ഷണ സമിതിയിൽ ഈ ഇങ്ങനെയൊരു ചർച്ച വന്നു. എന്തുകൊണ്ട് പിന്നെ കർഷകന് നിന്നുകൂടാന്നുള്ളൊരു ചർച്ച വിപുലമായിട്ട് വന്നു. അപ്പം അതിൽ 2 വഴിക്കാരും കർഷകരെ ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു.
പിന്നെ ലാസ്റ്റ് ഘട്ടത്തിൽ ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്രത്തിൽ നെല്ലെടുക്കുമെന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയായി. കേന്ദ്രത്തിലെ ഏജൻസിമാർ എലപ്പുള്ളി വന്നു. ഇവിടെ ഞങ്ങൾ കോയൽമന്ന് കോർഡിനേഷൻ്റെ ഒരു ശക്തമായിട്ടൊരു പിന്നെ സംഘടനയുണ്ട്, അവിടെ വന്നു. കൊല്ലങ്കോട് വന്നു, തൃശ്ശൂർ വന്നു, ആലപ്പുഴ, കുട്ടനാട് എല്ലാവിടെയും വന്നു. അപ്പം ഞങ്ങൾക്കൊരു പ്രതീക്ഷ, പിന്നെ കേന്ദ്ര സർക്കാർ നെല്ലെടുക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ പാലക്കാട് ഗസാലിയിലാണ് ആദ്യത്തെ മീറ്റിംഗ് കൂടിയത്. അന്ന് ഒരുപാട് കേന്ദ്രത്തിലെ അറിയപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാർവതി കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് വിപുലമായിട്ടുള്ളൊരു കർഷകൻ്റെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. അതിലും കർഷകരുടെ നെല്ലെടുക്കാം പറഞ്ഞിട്ട് അവിടെയും പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ ചെറിയ സാങ്കേതിക പ്രശ്നം വന്നപ്പോൾ നേരെ സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്യണം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന്, അതായത് വയനാട്, പാലക്കാട്, തൃശ്ശൂർ, ആലപ്പുഴ, അവിടെ നിന്ന് കുറേ കർഷകരൊക്കെ കൂടി സെക്രട്ടേറിയറ്റിൽ സമരത്തിന് വേണ്ടി പോയി. അങ്ങനെ സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്ത് അപ്പോഴും ഞങ്ങൾക്കുള്ള പ്രതീക്ഷ നെല്ലെടുക്കും എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ ഞങ്ങൾ ഈ സംഘടനാപരമായിട്ട് പറയുമ്പോൾ ഒരാളുടെ കാര്യമില്ല, മൊത്തത്തിൽ എല്ലാവരും കർഷകർ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ എല്ലാ കർഷകരും സമരത്തിന് വരുമോ ചോദിച്ചാൽ വരില്ല. പ്രതികരിക്കാൻ എല്ലാവരും വരുമോ? വരില്ല. 100 ആളുണ്ടെങ്കിൽ ചിലപ്പോൾ 2-3 ആൾക്കാർ പ്രതികരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ അവർ നെല്ലെടുക്കുന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. ലാസ്റ്റ് ആ പ്രതീക്ഷ വല്ലാത്തൊരു അവസ്ഥയിലായി പോയി. കാരണം ഈ ഓരോരോ മീറ്റിംഗ് കൂടുമ്പോഴും അവർക്കും അറിയാം കേരളത്തിൻ്റെ സമ്മതം വേണമെന്നുള്ളത്. പക്ഷെ ഞങ്ങൾ പാവപ്പെട്ട കർഷകർക്ക് അത് അറിയില്ലല്ലോ. അവർ പറഞ്ഞു, ഞങ്ങളെ വിശ്വസിച്ചു. പക്ഷെ അതിൽ ഞങ്ങൾ വല്ലാത്തൊരു എന്താ പറയുക, ഇല്ലാത്ത പൈസയും ഞങ്ങളെ പിരിച്ച് 19 ആൾക്കാർ ഞങ്ങൾ ഇവിടുന്ന് സെക്രട്ടേറിയറ്റ് പോയി സമരം ചെയ്ത്, എന്നിട്ടും അതും ഞങ്ങൾക്ക് പറ്റിയില്ല. അതുപോലെ അതിനു മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലേക്ക് സമരം പിടിച്ചു. ആരും ഒന്നും ഈ കർഷകർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാണ്ടായപ്പോൾ അപ്പോഴാണ് ഈ ജൈവ സംരക്ഷണ സമിതിയിൽ വളരെ വിപുലമായിട്ട് ആരെങ്കിലും നിൽക്കണം. അങ്ങനെ മലമ്പുഴയിൽ ഒരാൾ നിൽക്കാമെന്ന് പറഞ്ഞു, പാലക്കാട് എന്നെ നിർത്തി, അങ്ങനെ നെന്മാറയിൽ വേറൊരു കർഷകനെ നിർത്തി. അപ്പം അങ്ങനെയായപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോൾ നേതാക്കന്മാരൊക്കെ പിന്നെ മലമ്പുഴയിലെ നേതാക്കന്മാരൊക്കെ വിളിച്ചതിന് വേണ്ട വെച്ചു. അപ്പോൾ പാലക്കാട് മാത്രം നമുക്കൊരു തുടങ്ങാമെന്ന് പറയാനുള്ളത്, പാലക്കാട് നിൽക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ 3 പഞ്ചായത്തേ ഉള്ളൂ: കണ്ണാടി, മാത്തൂർ, പ്രാരി. ഈ 3 പഞ്ചായത്തിലെ കർഷകരുള്ളൂ. ടൗണിൽ പിന്നെ കർഷകരില്ല. അപ്പം ശരി, എന്തായാലും കർഷകരുടെ ഒരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് എന്നെ എല്ലാവരും കൂടി നിർത്തി. അന്ന് ആ നിർത്തുന്ന സമയത്തൊരു 10-12 സംഘടനയുണ്ടായിരുന്നു. പിന്നെ അവരെന്നെ പറഞ്ഞു പിൻവലിക്കണം പറഞ്ഞു. ഞാൻ പിന്നെ പിൻവലിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ എല്ലാവരും കൂടി നിർത്തിയാലും ഉറച്ചു നിൽക്കുക. അപ്പോൾ അങ്ങോട്ടും കൂടി തിരിഞ്ഞ ഒരു പരിപാടി. ഞാനൊരു യഥാർത്ഥ കർഷകനാണ്, അല്ലെങ്കിൽ അഹങ്കാരിയായ ഒരു കർഷകനാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പിൻവലിക്കില്ല പറഞ്ഞു. നിന്ന് തന്നെ അത് പ്രതിഷേധത്തിൻ്റെ രീതിയിൽ നിന്നു. പിന്നെ കുറേ ആൾക്കാർ പിൻവലിഞ്ഞു. ഒരു 6 സംഘടനയുണ്ടായിരുന്നു. കോട്ടയത്ത് നിന്ന് 2-3 സംഘടനയുടെ ആളുകൾ വന്നു. അവർ സാമ്പത്തികമായിട്ട് സഹായിച്ചു. പിന്നെ ബിനാമിൻ്റെ പൈസ കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ഞങ്ങൾ 100 രൂപൻ്റെ ഒരു ക്യാമ്പയിൻ വെച്ചിട്ടാണ് കാര്യങ്ങൾ നടന്നത്. ആകെ കുറച്ച് പൈസ ചിലവായി, കുറച്ച് പൈസ കിട്ടി. പിന്നെ ഞങ്ങളെല്ലാവരും സംഘടനകളൊക്കെ കൂടിയിട്ട് ചെയ്തു. അങ്ങനെയാണ് കർഷകരുടെ ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ ഞാൻ ഇവിടെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് തെങ്ങിൻ തോട്ടം ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള കാരണം. നന്ദി, നമസ്കാരം.